പദാർത്ഥങ്ങൾ അടച്ചു സൂക്ഷിക്കുക. വൃത്തിയുള്ള കൈകൾ, അതായത് ആഹാരത്തിന് മുമ്പും നല്ലതുപോലെ കൈകൾ സോപ്പിട്ട് കഴുകിയതിന് വേണം നമ്മൾ വീട്ടിലുള്ളവർക്കായാലും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. വീട്ടിലൊരാൾ മഞ്ഞപ്പിത്തം ഉണ്ടെങ്കിൽ അവരുടെ കെയർ പൂർണ്ണമായിരിക്കണം. നമ്മൾ ഈ ഒറ്റമൂലി ചികിത്സകൾക്കൊന്നും പോകാതെ ഹോസ്പിറ്റലിൽ പോയി നേരിട്ട് ചികിത്സിച്ച് രോഗം ഭേദമാക്കണം. പിന്നീടെന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരു വീട്ടിൽ ഷുഗറോ പ്രഷറോ ഒന്നും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ ഷുഗർ അല്ലെങ്കിൽ പ്രഷറുള്ള രോഗികളാണ് കൂടുതലും നമ്മൾ കിടപ്പ് രോഗങ്ങളായി പോകുന്നത്. സ്ട്രോക്കൊക്കെ വന്നിട്ട് കിടപ്പ് രോഗങ്ങളായി പോകുന്ന BP ഒക്കെ ഉണ്ടായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നല്ലൊരു ജീവിത രീതി തുടർന്ന് വരണം. എക്സർസൈസ്, അതായത് ഫുഡ് പ്ലേറ്റ്, നമ്മൾ ആഹാരം കഴിക്കുന്നത് അതായത് വലിച്ചു വാരി കാർബോഹൈഡ്രേറ്റ് ഒക്കെ അങ്ങനെയുള്ള ആഹാരങ്ങൾ കൂടുതൽ ഒഴിവാക്കിക്കൊണ്ട് പ്രോട്ടീനും നല്ല ഭക്ഷണങ്ങൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ് കൂടുതലുള്ള ആഹാരങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഈ പ്രാവശ്യത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത് ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷാ നിർഭരമായ ഭാവിക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2 ദിവസം TV-യും ന്യൂസ് പേപ്പറിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ മലപ്പുറത്തെ ഒരു യുവതിയുടെ മരണമാണ്. പ്രസവത്തിനോടനുബന്ധിച്ച് ദാരുണമായിട്ട് ആ സ്ത്രീ മരണപ്പെട്ടു. അപ്പോൾ വീട്ടിലെ പ്രസവം ഒരിക്കലും അത് ഒരു സുരക്ഷിതമായ മാർഗ്ഗമല്ല. നമുക്ക് ഇത്രയും വൈദ്യശാസ്ത്രം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം ഒരിക്കലും എടുക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അമ്മയുടെയും കുഞ്ഞിൻ്റെയും പൂർണ്ണമായ സുരക്ഷിതത്വം സത്യത്തിൽ നമ്മളൊരു ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവിടെ അതിൽ എക്സ്പേർട്ടായിട്ടുള്ള ഒരു ടീം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതിലുപരി നമ്മളെല്ലാം പഠിച്ച് ഒരു അശാസ്ത്രീയമായ രീതിയിൽ പ്രസവം എടുക്കുന്നത് വഴിയാണ് ആ അമ്മയ്ക്ക് തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത്. പറയുമ്പോൾ ആ അമ്മ 2 എണ്ണം ആദ്യം ഹോസ്പിറ്റൽ ഡെലിവറി ചെയ്തു, പിന്നെ അക്യുപങ്ക്ചർ പഠിച്ച് അവർ വീട്ടിൽ സ്വയം തന്നെ ചികിത്സയ്ക്ക് വിധേയാവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ അമ്മേനെ ആ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ നമ്മളെല്ലാവരും അത് ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. നമ്മുടെ മലപ്പുറത്ത് മാത്രമാണ് ഇത്രയും അധികം ഹോം ഡെലിവറീസ് നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു പ്രതിജ്ഞ മനസ്സിലെടുക്കണം. നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾ ഒരിക്കലും അങ്ങനെ ഒരു അവസരം നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് വരില്ല എന്നുള്ളത് നമ്മളായിട്ട് നിശ്ചയിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചാൽ തന്നെ ആ കുഞ്ഞിന് വേണ്ട എല്ലാ പ്രാഥമികമായിട്ടുള്ള സ്ക്രീനിങ് ലഭിക്കുന്നത് ആശുപത്രിയിൽ വെച്ചുമാണ്. അവൻ്റെ കേൾവിശക്തി, അതേപോലെ അവൻ്റെ ബുദ്ധി അളക്കാനുള്ള കാര്യങ്ങൾ, അവൻ്റെ ഹൃദയത്തിൻ്റെ പരിശോധന, തൈറോയ്ഡ് സംബന്ധമായ അസുഖങ്ങൾ, അങ്ങനെയുള്ള പല പരിശോധനകൾ ആശുപത്രിയിൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ. അതൊന്നും നമുക്ക് വീട്ടിൽ നിന്ന് ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് അമ്മയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും. പെട്ടെന്ന് നമുക്ക് പ്രസവശേഷം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കില്ല. പലപ്പോഴും അമ്മമാർ മരണപ്പെടുന്നതിനുള്ള കാരണം ബ്ലീഡിംഗ് ആണ്. ഒരുപാട് രക്തം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആരുടെയാണെങ്കിലും ജീവൻ പോകും. അപ്പോൾ ഇതൊക്കെ നമുക്ക് നേരിടാൻ ഒരു ആശുപത്രി സജ്ജീകരണങ്ങളിൽ കൂടെ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിവുള്ളവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഒരിക്കലും നിങ്ങളുടെ വീട്ടിൽ ഇതൊന്നും പ്രോത്സാഹിപ്പിക്കരുത്. അപ്പോൾ ഇത്രയും പേര് വന്നതിൽ ഒരുപാട് സന്തോഷം.